നമസ്സർവേഭ്യഃ. ഇതുവരെ നമ്മൾ 1-ാം അധ്യായത്തിലെ 6 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് 7, 8, 9 ശ്ലോകങ്ങൾ നോക്കാം. പാണ്ഡവ സൈന്യത്തിലെ വീരന്മാരെ വിവരിച്ച ശേഷം ദുര്യോധനൻ സ്വന്തം സൈന്യത്തിലെ കരുത്തരായ യോദ്ധാക്കളെ കുറിച്ച് ദ്രോണാചാര്യരോട് സംസാരിക്കുന്നു. തന്റെ പക്ഷത്തെ സേനാനായകന്മാരുടെ പേരുകൾ എടുത്തു പറയുന്നതിലൂടെ തന്റെ സൈന്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാണ് ദുര്യോധനൻ ഇവിടെ ശ്രമിക്കുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീത അഥ പ്രഥമോധ്യായഃ. അർജുന വിഷാദയോഗഃ. അസ്മാകം തു വിശിഷ്ടായേ താനി ബോധദ്വിജോത്തമ. നായകാ മമ സൈന്യസ്യ സജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. അസ്മാകം തു വിശിഷ്ടായേ താനി ബോധദ്വിജോത്തമ. നായകാ മമ സൈന്യസ്യ സജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. വരികളുടെ അർത്ഥം നോക്കാം. അസ്മാകന്തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ. അസ്മാകം നമ്മുടെ, തു ആകട്ടെ, വിശിഷ്ടാഹ വിശിഷ്ടരായ, പ്രധാനികളായ, യേ ആരെല്ലാം, താൻ അവരെ, നിബോധ അറിഞ്ഞാലും മനസ്സിലാക്കിയാലും, ദ്വിജോത്തമ ബ്രാഹ്മണ ശ്രേഷ്ഠ. ദ്രോണരെ അഭിസംബോധന ചെയ്യുകയാണ് ഇവിടെ. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, നമ്മുടെ പക്ഷത്തുള്ള പ്രധാനികളായ യോദ്ധാക്കൾ ആരെല്ലാമാണെന്ന് അങ്ങ് മനസ്സിലാക്കിയാലും. അടുത്ത വരി, നായകാ മമ സൈന്യസ്യ സജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. നായകാഹ നായകന്മാർ, അതായത് സേനാപതിമാർ, മമ എന്റെ, സൈന്യസ്യ സൈന്യത്തിന്റെ, സജ്ഞാർത്ഥം അറിവിനായി, തേ അങ്ങയോട്, ബ്രവീമി പറയുന്നു, അങ്ങയുടെ അറിവിനായി എന്റെ സൈന്യത്തിലെ പ്രധാന നായകന്മാരെ കുറിച്ച് ഞാൻ വിവരിക്കാം. മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, നമ്മുടെ സൈന്യത്തിലെ പ്രധാനികളായ നായകന്മാർ ആരെല്ലാമാണെന്ന് അങ്ങ് മനസ്സിലാക്കിയാലും അങ്ങയുടെ ഓർമ്മയ്ക്കായി ഞാൻ അവരെ കുറിച്ച് പറയാം. ഇവിടെ ദ്രോണരെ ദ്വിജോത്തമ എന്ന് വിളിക്കുന്നതിലൂടെ അദ്ദേഹം യുദ്ധത്തേക്കാൾ ശാസ്ത്രങ്ങളിലും ധർമ്മങ്ങളിലും താല്പര്യമുള്ള ആളാണെന്നും അതിനാൽ യുദ്ധത്തിൽ ജാഗ്രത കാട്ടണമെന്നും ദുര്യോധനൻ പരോക്ഷമായി സൂചിപ്പിക്കുന്നു. ജീവിതപാഠം: സ്വന്തം കരുത്തും പരിമിതികളും എപ്പോഴും വിലയിരുത്തണം. ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നത് വിജയത്തിന് അനിവാര്യമാണ്. അടുത്ത ശ്ലോകം നോക്കാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ. അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ. അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. വരികളുടെ അർത്ഥം നോക്കാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ. ഭവാൻ അങ്ങ്, അതായത് ഇവിടെ ദ്രോണർ. ഭീഷ്മഃ ഭീഷ്മർ, ച ച കണക്ടിംഗ് വേർഡാണ്, ആൻഡ് എന്നുള്ള മീനിങ് ആണ്. കർണഃ കർണൻ, ഭീഷ്മരും കർണനും. കൃപഃ കൃപാചാര്യർ. സമിതിഞ്ജയഃ യുദ്ധത്തിൽ വിജയിക്കുന്നവൻ. അങ്ങും, അതായത് ദ്രോണരും ഭീഷ്മരും കർണനും യുദ്ധവിജയിയായ കൃപാചാര്യരും. അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. അശ്വത്ഥാമ അശ്വത്ഥാമാവ്, വികർണഃ വികർണൻ, സൗമദത്തി സോമദത്തന്റെ പുത്രൻ ഭൂരിശ്രവസ്, തഥായേവ അതുപോലെ തന്നെ,
അശ്വത്ഥാമാവും വികർണനും സോമദത്തപുത്രനായ ഭൂരിശ്രവസ്സും നമ്മുടെ പക്ഷത്തുണ്ട്. അങ്ങും ഭീഷ്മരും കർണനും യുദ്ധവിജയിയായ കൃപാചാര്യരും അശ്വത്ഥാമാവും വികർണനും സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ്സും നമ്മുടെ പ്രധാന യോദ്ധാക്കളാണ്. ദുര്യോധനൻ തന്റെ സൈന്യത്തിലെ അതികായന്മാരെ എണ്ണിപ്പറയുന്നു. ദ്രോണരെ ഒന്നാമതായി പറയുന്നതിലൂടെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നു. അതുവഴി അദ്ദേഹത്തിന്റെ ആവേശം വർദ്ധിപ്പിക്കാനും ദുര്യോധനൻ ശ്രമിക്കുന്നു. ജീവിതപാഠം: നമ്മുടെ കൂടെയുള്ളവരുടെ പ്രാഗൽഭ്യത്തെ അംഗീകരിക്കുന്നത് അവരിൽ കൂടുതൽ ആവേശം നിറയ്ക്കും. അടുത്ത ശ്ലോകം നോക്കാം. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. അന്യേ ച ബഹവഃ ശൂരാ മദർത്തേ ത്യക്തജീവിതാഃ. അന്യേ മറ്റ്, ബഹവഃ ധാരാളം, ശൂരാഹ വീരന്മാർ, മദർത്തേ എനിക്ക് വേണ്ടി, ത്യക്തജീവിതാഹ ജീവൻ വെടിയാൻ തയ്യാറായവർ. എനിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന മറ്റ് നിരവധി വീരന്മാരും ഇവിടെയുണ്ട്. നാനാശസ്ത്രപ്രഹരണാഹ സർവേ യുദ്ധവിശാരദാഹ. നാനാശസ്ത്രപ്രഹരണാഹ വിവിധതരം ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ മിടുക്കരായവർ. സർവേ എല്ലാവരും, യുദ്ധവിശാരദാഹ യുദ്ധതന്ത്രങ്ങളിൽ നിപുണർ. അവരെല്ലാം തന്നെ വിവിധ ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിവുള്ളവരും യുദ്ധതന്ത്രങ്ങളിൽ അറിവുള്ളവരുമാണ്. ഇവരെ കൂടാതെ എനിക്ക് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറായി നിൽക്കുന്ന മറ്റനേകം വീരന്മാരും ഇവിടെയുണ്ട്. എല്ലാവരും പലവിധ ആയുധങ്ങൾ പ്രയോഗിക്കാൻ വൈദഗ്ധ്യമുള്ളവരും യുദ്ധതന്ത്രങ്ങളിൽ മിടുക്കരുമാണ്. ഒരു തെറ്റായ ലക്ഷ്യത്തിനു വേണ്ടി കൂടെ നിൽക്കുന്നവർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാം. നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. അതായത് എനിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായവർ എന്ന് ദുര്യോധനൻ പറയുമ്പോൾ അത് സത്യമായി ഭവിക്കുന്നു. തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു വലിയ സൈന്യത്തെ തന്നെ അവൻ മരണത്തിലേക്ക് നയിക്കുകയാണ്. ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്ഥേ തക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. ഈ 3 ശ്ലോകങ്ങളിലൂടെ കൗരവ സൈന്യത്തിലെ മഹാബലവാന്മാരായ യോദ്ധാക്കളെ ദുര്യോധനൻ പരിചയപ്പെടുത്തി. പാണ്ഡവപക്ഷത്തെ കണ്ടപ്പോഴുണ്ടായ ഭയം മറച്ചുപിടിക്കാൻ തന്റെ സൈന്യത്തിന്റെ ശക്തിയെക്കുറിച്ച് വാചാലനാകുകയാണ്. എന്നാൽ ഈ 2 സൈന്യങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ദുര്യോധനൻ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് നാളെ പഠിക്കാം. നാളെ 10ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ധന്യവാദഃ. ഹരേ കൃഷ്ണ.